ഹായ്, അന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഭക്ഷണം നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണ സാധനങ്ങൾ, അതായത് ഇലക്കറികൾ, മുട്ട, പാല്, അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ നല്ല നല്ല രീതിയിൽ നമുക്ക് വേണ്ട നമ്മളുടെ ശരീരത്തിന് ഓരോ ദിവസവും വേണ്ട എനർജി, അതുപോലെ വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ഇതൊക്കെ നമുക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായത് നമുക്ക് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും അത് കഴിക്കുന്നവർ കൂടുതലായിരിക്കും. പക്ഷേ എങ്കിലും വല്ലപ്പോഴൊക്കെ ആവാം. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മൾക്ക് വളരെ ദോഷം ചെയ്യും. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ കൂടുതലും ഈ ഒരു ഫാസ്റ്റ് ഫുഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക. നമുക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ ഇഡ്ഡലി, ദോശ, പുട്ട് അങ്ങനെയുള്ള ആ ഒരു ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയല്ല. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഈ ഇലക്കറികൾ ഇന്ന് സംബന്ധിച്ച് കുട്ടികൾക്ക് ഇലക്കറികൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മുടെ ചീരയായാലും മുരിങ്ങയുടെ ആയാലും അങ്ങനെയുള്ള ഇലക്കറികളില്ലേ, അതൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾക്ക് അത് അവരുടെ ശരീരത്തിൽ എത്തിക്കാനായിട്ട് നമുക്ക് ഈ പുട്ടുണ്ടാക്കുമ്പോൾ, അതുപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ മുരിങ്ങയിലയും ചീരയില, ക്യാരറ്റ്, അതുപോലെ ബീട്രൂട്ട്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട് അവർക്ക് അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി തോന്നും. കുഞ്ഞുമക്കളൊക്കെ അത് കഴിക്കും. പിന്നെ വലിയവർക്ക് പിന്നെ അറിയാലോ. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് അത് ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ മക്കളുടെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് കഴിക്കുക, മുട്ട, പാല്, അതൊക്കെ നമുക്ക് എന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പരമാവധി കഴിക്കാൻ നമ്മൾക്ക് തയ്യാറാവുക. അപ്പോൾ മുട്ടയും പാലൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ വെള്ളം അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ വൈകുന്നേരം രാത്രിയിൽ കൂടുതൽ കഴിച്ചില്ലെങ്കിൽ പകൽ നമ്മളധികം കഴിക്കാനായിട്ട് തയ്യാറാവും. ഇന്നത്തെ കാലത്ത് നമുക്ക് ഭയങ്കര ചൂടാണ് അല്ലേ. ഇപ്പോൾ മഴ പെയ്തു എന്ന് പറഞ്ഞാലും മഴയില്ലാത്ത ദിവസം നല്ല ചൂട് തന്നെയാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും വെള്ളം നല്ലപോലെ നമ്മൾ കഴിക്കാനായിട്ട് തയ്യാറാവുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതിന് കുറേയൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചൊക്കെ നമ്മൾക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മളുടെ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും നമുക്ക് എനർജി വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് പറ്റുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കാലത്തെ ആ ഒരു ഭക്ഷണം നമ്മൾ മുടങ്ങാതെ എത്ര തിരക്കുണ്ടെങ്കിലും അത് കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഞാനും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് സാധിക്കട്ടെ. അപ്പം ചെറിയൊരു വീഡിയോ ആണ്, എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ പറയുന്നത്. അപ്പം അത് എല്ലാവരിലേക്ക് എത്താൻ എങ്ങനെ സാധിക്കുമല്ലോ എന്നുള്ളൊരിതിലാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.